ആലപ്പുഴ ജില്ലയിലെ ഒരു ചെറിയ ഗ്രാമപ്രദേശത്തിലാണ് സഞ്ജു. അവൻ്റെ വീട്ടിൽ അമ്മ, അച്ഛൻ ഇവരൊക്കെയാണ്. സന്തോഷം നിറഞ്ഞ ഒരു കുടുംബം. സഞ്ജുവിൻ്റെ അമ്മയാണ് സരോജിനി. എപ്പോഴും സാരിയാണ് വേഷം. കാണാൻ വെളുത്ത് സുന്ദരി. അച്ഛൻ്റെ പേര് രാഘവൻ. അയാൾക്ക് സ്വന്തമായിട്ട് കുറച്ച് ഹൗസ് ബോട്ടുകളും പിന്നെ മറ്റ് ബിസിനസ്സും റിയൽ എസ്റ്റേറ്റിൻ്റെ പരിപാടിയുമൊക്കെ ഉണ്ടായിരുന്നു. സാമാന്യം ഭേദമായ ഒരു സാമ്പത്തിക സ്ഥിതിയുള്ള കുടുംബമാണ് അവരുടേത്. സഞ്ജുവിന് വയസ്സ് 26. കാണാൻ അമ്മയുടെ അതേ സൗന്ദര്യം. സഞ്ജുവിന് അത്യാവശ്യം നല്ല കൂട്ടുകെട്ടുകളൊക്കെ ഉണ്ടായിരുന്നു. അവൻ്റെ ഏറ്റവും അടുത്ത കൂട്ടുകാരനാണ് ഉണ്ണിക്കുട്ടൻ. ഇടയ്ക്കൊക്കെ അവരൊന്ന് കൂടും. പല യുവാക്കളെയും പോലെ അത്യാവശ്യം കഴിക്കലും വലിക്കലും പിന്നെ യാത്ര, പെണ്ണ്, ഈ കാര്യത്തിലൊക്കെ മുൻപിൽ തന്നെയായിരുന്നു. പക്ഷെ പിന്നീട് സഞ്ജുവിന് എല്ലാം അടുത്തിരുന്നു. പെൺപിള്ളേരുമായി ഫോണിലൂടെ സംസാരിച്ചും നേരിട്ട് കണ്ടും അങ്ങനെ അവൻ എല്ലാ കാര്യങ്ങളും അടുത്തിരുന്നു. അവന് തന്നെ മനസ്സിലായിരുന്നില്ല അവന് എന്താണ് സംഭവിക്കുന്നതെന്ന്. എന്നും ചിക്കൻ ബിരിയാണി കഴിക്കുന്ന കുറുക്കന് ചിക്കൻ ബിരിയാണി മടുത്തതുപോലെ സഞ്ജു ഇപ്പോൾ അച്ഛൻ്റെ കൂടെ തന്നെ ബിസിനസ് ചെയ്യുകയാണ്. ചില ദിവസങ്ങളിൽ അച്ഛന് വയ്യാത്തപ്പോൾ അവൻ തന്നെയായിരിക്കും ഒറ്റയ്ക്ക് എല്ലാ കാര്യങ്ങളും നോക്കുക. അങ്ങനെ ഇരിക്കുമ്പോഴാണ് ഒരിക്കൽ രാത്രി അവന് ഒരു കോൾ വന്നത്. അറിയാത്ത നമ്പറാണ്. അവൻ കോൾ എടുത്തു. അത് അവൻ്റെ കൂട്ടുകാരൻ മനു എന്ന മനോജായിരുന്നു. അവൻ ഗൾഫിലായിരുന്നു. എടാ സുഖമാണോടാ? നീ നാട്ടിലെപ്പോൾ എത്തി? ഞാൻ എത്തിയിട്ട് ഒരാഴ്ചയാടാ. എൻ്റെ പഴയ ഫോൺ കേടായി. അപ്പോൾ എല്ലാവരുടെയും നമ്പർ മിസ്സായി. ഇപ്പോൾ പുതിയ ഐഫോൺ എടുത്തായിരുന്നു. അപ്പോൾ ഉണ്ണിക്കുട്ടൻ്റെ ഫേസ്ബുക്കിൽ നിന്നാണ് അവൻ നിൻ്റെ നമ്പർ എനിക്ക് തന്നത്. നീ ഇപ്പോൾ ഫേസ്ബുക്കും പ്രേമവും ചുറ്റിക്കളിയുമൊക്കെ നിർത്തിയെന്ന് കേട്ടോ? ആ അതേടാ. അങ്ങനെ അവർ പരസ്പരം വിശേഷങ്ങളൊക്കെ പങ്കുവെച്ച് കുറേ നേരം സംസാരിച്ചു. മനു പറഞ്ഞു, എടാ ഞങ്ങൾ ഫാമിലിയായിട്ട് ഒരു ഔട്ടിംഗ് പ്ലാൻ ചെയ്തിരിക്കുക. ആണോ? ആരൊക്കെയാടാ? ഞാൻ, അമ്മ, മുത്തശ്ശി, മുത്തശ്ശൻ ഇവരൊക്കെയാണ്. ഒരു ദിവസം ഹൗസ് ബോട്ടിൽ യാത്ര ചെയ്യണം. അതാണ് പ്ലാൻ. നിൻ്റെ ഹൗസ് ബോട്ടാകുമ്പോൾ സേഫ് ആണല്ലോ. പിന്നെ കാശും കുറച്ച് തന്നാൽ മതിയല്ലോ. മനു ഒരു ചിരിയാലെ പറഞ്ഞു. ഓ അതിനെന്താടാ, നമുക്ക് പോകാം, സഞ്ജു ചിരിച്ചുകൊണ്ട് പറഞ്ഞു. എടാ അപ്പോൾ എല്ലാം ഒന്ന് സെറ്റാക്കാമോ? പോകുന്ന ദിവസം ഞാൻ നിന്നെ വിളിച്ച് പറയാം. ഓക്കേടാ, ഞാൻ എല്ലാം സെറ്റാക്കാം. നീ പോകേണ്ട ദിവസം പറഞ്ഞാൽ മതി. ആ ഓക്കേടാ, ശരി. മനു കുടുംബസമേതം ഗൾഫിലായിരുന്നു. അവരുടെ നാട്ടിലുള്ള വീട്ടിൽ മുത്തശ്ശനും മുത്തശ്ശിയും പിന്നെ ഒരു വേലക്കാരി മാത്രമാണുള്ളത്. ഇപ്പോൾ നാട്ടിൽ വെക്കേഷൻ ആഘോഷിക്കാൻ വന്നതാണ്. മനുവും സഞ്ജുവും മുൻപ് ബാംഗ്ലൂരിൽ ഒരുമിച്ചാണ് പഠിച്ചത്. ഡിഗ്രി കാലഘട്ടം. അവർ അവിടെ ഹോസ്റ്റലിലായിരുന്നു. മനു ആളൊരു പാവത്താൻ ടൈപ്പും നല്ല സ്നേഹമുള്ള കൂട്ടത്തിലായിരുന്നു. ഡിഗ്രി കഴിഞ്ഞ് പോയിട്ടും ഇപ്പോഴും സൗഹൃദം കാണിക്കുന്ന സഞ്ജുവിൻ്റെ ഒരേ ഒരു കൂട്ടുകാരൻ മനു മാത്രമാണ്. ഇപ്പോഴും അവൻ്റെ കല്യാണം കഴിഞ്ഞിട്ടില്ല. മനുവിൻ്റെ അച്ഛൻ സതീശൻ ഗൾഫിൽ ബിസിനസ്സാണ്. അവൻ്റെ അമ്മയുടെ പേര് മീര. അമ്മയും അച്ഛൻ്റെ കൂടെ ഗൾഫിൽ തന്നെയാണ്. മനുവിന് ഒരു ചേട്ടൻ കൂടിയുണ്ട്. പേര് അരുൺ. അവനും ഗൾഫിൽ അച്ഛൻ്റെ കൂടെ ബിസിനസ്സാണ്. മനു നാട്ടിലേക്ക് വരുമ്പോൾ അവിടുത്തെ കാര്യങ്ങളൊക്കെ അരുൺ നോക്കും. ഈ കഥയിലെ നായിക മനുവിൻ്റെ അമ്മ മീര തന്നെയാണെന്ന് പറയാം. 1-2 ദിവസം കഴിഞ്ഞപ്പോൾ സഞ്ജുവിൻ്റെ വാട്സപ്പിൽ ഒരു മെസ്സേജ് വന്നു. മെസ്സേജ് വായിക്കുന്നതിന് മുൻപേ തന്നെ അവൻ ശ്രദ്ധിച്ചത് പ്രൊഫൈലിലെ ഫോട്ടോ ആയിരുന്നു. ആ സൗന്ദര്യം കണ്ട് അവൻ ഞെട്ടി. സാരിയാണ് വേഷം. ഇച്ചിരി തടിച്ച് വെളുത്ത് നീളമുള്ള മുടിയും മനോഹരമായ കണ്ണുകളുമുള്ള അത്യാവശ്യം നല്ല ആകാരവടിവുമുള്ള ഒരു സുന്ദരിയായ ആൻറ്റി. അവൻ ഒരു നിമിഷം ആ സൗന്ദര്യത്തിൽ മയങ്ങിയിരുന്നു പോയി. അവൻ്റെ മനസ്സിലെ ആ മടുപ്പൊക്കെ പമ്പ കടന്നു. പെട്ടെന്നാണ് അവൻ സ്വബോധത്തിലേക്ക് വന്നത്. അല്ല, ആരാണ് ഈ ആൻറ്റി? എന്താണ് തനിക്ക് അയച്ച മെസ്സേജ്? അവൻ വേഗം മെസ്സേജ് ഓപ്പൺ ചെയ്ത് വായിച്ചു. മെസ്സേജ് വായിച്ചതും അവൻ വീണ്ടും ഞെട്ടി. ഇങ്ങനെയായിരുന്നു മെസ്സേജ്. ഹായ് മോനെ, ഞാൻ മനുവിൻ്റെ അമ്മ മീരയാണ് കേട്ടോ. എനിക്ക് ആ ഹൗസ് ബോട്ട് ഒന്ന് കാണാൻ പറ്റുമോ? അതിൻ്റെ ഇൻസൈഡും ഔട്ട്സൈഡും ഒക്കെ ഫോട്ടോ എടുത്ത് അയച്ചു തരാമോ? ഇതായിരുന്നു മെസ്സേജ്. ഓ ദൈവമേ, അപ്പോൾ ഇത് മനുവിൻ്റെ അമ്മയായിരുന്നോ? എന്തൊരു സൗന്ദര്യമാണ് അവൻ്റെ അമ്മയ്ക്ക്. അവൻ്റെ മനസ്സിലൂടെ ഓരോ ചിന്തകൾ കടന്നു പോയി. ഷോ, പാടില്ല, താൻ അങ്ങനെയൊന്നും ചിന്തിക്കാൻ പാടില്ല, അത് തെറ്റാണ്. അവൻ മനസ്സിനെ പറഞ്ഞു തിരുത്തി. എന്തായാലും അവൻ തിരിച്ച് റിപ്ലൈ അയച്ചു. ആൻറ്റി, ഞങ്ങൾക്ക് 4 ഹൗസ് ബോട്ടുകളുണ്ട്. പിന്നെ അവൻ്റെ ഫോണിലുള്ള ഹൗസ് ബോട്ടിൻ്റെ എല്ലാ തരത്തിലുമുള്ള ഫോട്ടോസും അയച്ചു കൊടുത്തു. ഉടനെ ആൻറ്റിയുടെ റിപ്ലൈ വന്നു. താങ്ക് യു മോനെ. പിന്നെ ഒരു ദിവസം മുഴുവൻ ഒന്ന് ചുറ്റിക്കറങ്ങാനാണ്. നല്ല എ സിയും കാര്യങ്ങളുമൊക്കെ ഉണ്ടല്ലോ അല്ലേ?
AC ഒക്കെ ഉണ്ട് ആൻറ്റി. പിന്നെ ഇപ്പോൾ ഇവിടെ നല്ല കാലാവസ്ഥയാണ്, അത്യാവശ്യം തണുപ്പൊക്കെയുണ്ട്. ഇതാ ഇതാണ് ഞങ്ങളുടെ നാട്. അതും പറഞ്ഞ് അവൻ ഹൗസ് ബോട്ടിലെ AC യുടെയും അവൻ്റെ നാടിൻ്റെ സൗന്ദര്യവും കാണിക്കുന്ന ഫോട്ടോസും അയച്ചു കൊടുത്തു. മോനെ, ഹൗസ് ബോട്ടിൽ ചിക്കൻ വിഭവങ്ങൾ കിട്ടുമോ? എൻ്റെ അമ്മയ്ക്ക് ചിക്കൻ ഇല്ലാതെ പറ്റില്ല, അതുകൊണ്ടാട്ടോ. ഓ, അതിനെന്താ ആൻറ്റി, ഇഷ്ടമുള്ള ഫുഡെല്ലാം സെറ്റാക്കാം. മനു അങ്ങനെ പറഞ്ഞപ്പോൾ ആൻറ്റി സന്തോഷത്തോടെ ചിരിക്കുന്ന സ്മൈലി അയച്ചു. അത് കണ്ടപ്പോൾ അവൻ തിരിച്ച് ഒരു ലവ് സ്മൈലിയും ഇട്ട് കൊടുത്തു. ആൻറ്റിയുടെ ആ ഫോട്ടോ കണ്ടപ്പോൾ മുതൽ അവന് മനസ്സിൽ വല്ലാത്തൊരിളക്കമാണ്. മുൻപ് കുറേ പെൺപിള്ളേരുമായി റിലേഷൻ ഉണ്ടായിരുന്നെങ്കിലും അപ്പോഴൊന്നും മനസ്സിൽ ഇതുപോലെ ഒരിളക്കം ഉണ്ടായിരുന്നില്ല. എന്നാലും എന്ത് സുന്ദരിയാണവർ! ഹോ, അവന് മറക്കാൻ പറ്റുന്നുണ്ടായിരുന്നില്ല. എന്തായാലും താൻ ഇങ്ങനെയൊക്കെ ചിന്തിക്കുന്നത് തന്നെ തെറ്റാണ്. ഒന്നുമില്ലെങ്കിലും തൻ്റെ അമ്മയുടെ പ്രായമില്ലേ, പിന്നെ സ്വന്തം കൂട്ടുകാരൻ്റെ അമ്മയും. ഷോ, പക്ഷേ അവന് ഒരു തീരുമാനത്തിലെത്താൻ കഴിഞ്ഞില്ല. അവൻ അന്ന് രാത്രി തന്നെ ആൻറ്റിക്ക് ഗുഡ് നൈറ്റും പിന്നെ പിറ്റേന്ന് ഗുഡ് മോർണിംഗും അങ്ങനെ പിന്നീടേക്കിടെ ഹൗസ് ബോട്ടിലെ ചില ഭാഗങ്ങൾ അങ്ങനെ ഓരോ മെസ്സേജ് അയക്കാൻ തുടങ്ങി. എല്ലാത്തിനും അവരും റിപ്ലൈ അയച്ചുകൊണ്ടിരുന്നു. അങ്ങനെ ആ ഭാഗ്യദിനം വന്നു. മനുവും കുടുംബവും ഹൗസ് ബോട്ടിൽ യാത്ര ചെയ്യാനായി റെഡിയായി വന്നു. നേരിട്ട് മീരാൻറ്റിയെ കണ്ടപ്പോൾ സഞ്ജു ഞെട്ടി. ഫോട്ടോയിൽ കണ്ടതിനേക്കാൾ 100 ഇരട്ടി സൗന്ദര്യം. ആര് കണ്ടാലും അവൻ്റെ അമ്മയാണ് ഇതെന്ന് പറയത്തില്ല. ഒരു ചേച്ചി ലുക്കായിരുന്നു അവർക്ക്. പിന്നെ നീളമുള്ള മുടി, തലമുടിയിൽ ഒരു നര പോലുമില്ല. മെറൂൺ നിറത്തിലുള്ള സാരിയായിരുന്നു വേഷം, അതിൽ തന്നെ തിളങ്ങി നിൽപ്പാണ്. പിന്നെ അതുമാത്രമല്ല, അന്ന് സർപ്രൈസായിട്ട് 2 പേർ എക്സ്ട്രാ വന്നിരുന്നു. മനുവിൻ്റെ അച്ഛനും പിന്നെ അവൻ്റെ കസിൻ ദിവ്യയും. സഞ്ജു ഒട്ടും പ്രതീക്ഷിക്കാത്ത ഒരു എൻട്രി ആയിരുന്നു അവൻ്റെ കസിൻ ദിവ്യയുടേത്. സുന്ദരി എന്ന് പറഞ്ഞാൽ അതാണ് സുന്ദരി. ഹോ, ഇവൻ്റെ ഫാമിലിയിലെ പെണ്ണുങ്ങളെല്ലാം അടിപൊളിയാണല്ലോ, സഞ്ജു ചിന്തിച്ചു. എങ്കിലും സഞ്ജുവിൻ്റെ നോട്ടം മുഴുവൻ മീര ആൻറ്റിയെ തന്നെയായിരുന്നു. നല്ല അടിപൊളി സാരിയാണ് ആൻറ്റി ഉടുത്തിരിക്കുന്നത്. കണ്ടാൽ തന്നെ അറിയാം നല്ല വില കൂടിയ സാരിയാണെന്ന്. ആൻറ്റിയുടെ കളറിന് ആ സാരി നല്ല മാച്ച് ആവുന്നുണ്ട്, അവൻ ചിന്തിച്ചു. സഞ്ജുവിനെ കണ്ടപ്പോൾ തന്നെ മീര ആൻറ്റി കളിയായി മനുവിനോട് ചോദിച്ചു, ഇതാണോടാ ഇവിടുത്തെ മുതലാളി മോൻ? ആ, അതെ അമ്മയെന്നും പറഞ്ഞ് മനുവും അമ്മയും സഞ്ജുവിനെ നോക്കി ചിരിച്ചു. സഞ്ജു കണ്ണുമേയിച്ച് മീര ആൻറ്റിയെ നോക്കുന്നതിനിടയിൽ ഒന്ന് ചിരിച്ചു. ആ, അപ്പോൾ മുതലാളി ഞങ്ങൾക്ക് നല്ല ഡിസ്കൗണ്ട് തരണം കേട്ടോ, ആൻറ്റി ഒരു ചിരിയാതെ പറഞ്ഞു. ഓ, പിന്നെന്താ ആൻറ്റി, നല്ല ഡിസ്കൗണ്ട് തന്നെ തരാം എന്ന് അവൻ പുറമെ പറഞ്ഞ് ചിരിച്ചെങ്കിലും 10 പൈസ വേണ്ട, എല്ലാം ഫ്രീ, എനിക്ക് ആൻറ്റിയെ മാത്രം മതി എന്നായിരുന്നു അവൻ്റെ മനസ്സ് പറഞ്ഞത്. ചേച്ചേ, താൻ വീണ്ടും ഇതെന്തൊക്കെയായി ചിന്തിക്കുന്നേ? ശരിയല്ല, ഒട്ടും ശരിയല്ല, അവൻ മനസ്സിനെ വീണ്ടും തിരുത്തി. അങ്ങനെ മീര ആൻറ്റിയും ദിവ്യയും മുത്തശ്ശിയും മുത്തശ്ശനും ഹൗസ് ബോട്ടിൽ ഓരോന്ന് നോക്കവേ മനുവിൻ്റെ അച്ഛൻ കുപ്പി പൊട്ടിച്ച് കഴിക്കാൻ റെഡിയായി നിന്നു. അയാൾ സഞ്ജുവിനെയും മനുവിനെയും ക്ഷണിച്ചു. അയ്യോ വേണ്ട, ഞാൻ കഴിക്കാറില്ലെന്നും പറഞ്ഞ് സഞ്ജു ഒഴിഞ്ഞു മാറി. സത്യത്തിൽ അവൻ കഴിപ്പ് നിർത്തിയതാണ്. മാത്രമല്ല ജോലി സമയത്ത് കഴിക്കാനും പാടില്ല എന്ന് അവന് തോന്നിയിരുന്നു. അങ്ങനെ അച്ഛനും മോനും കൂടി കഴിക്കാൻ തുടങ്ങി. സഞ്ജു അങ്ങോട്ട് മാറി നിന്നപ്പോൾ ദിവ്യ അങ്ങോട്ട് വന്ന് ഫോട്ടോ എടുക്കാൻ തുടങ്ങി. അവൻ ദിവ്യയെ തന്നെ നോക്കിയപ്പോൾ അവൻ്റെ നോട്ടം കണ്ട് അവൾ ചിരിച്ചു, അവനും ചിരിച്ചു. പിന്നെ അവൾ ഓരോന്ന് സംസാരിക്കാൻ തുടങ്ങി. അവിടെ എന്താ ചേട്ടാ, കാടാണോ? ദിവ്യയുടെ ചോദ്യം. കാടാണോ എന്ന് ചോദിച്ചാൽ അതെ, അവിടെ കുരങ്ങനും മറ്റുമൊക്കെയുണ്ട്. പിന്നെ അതിന് നടുവിലൂടെ ചെറിയ നടപ്പാതയുമുണ്ട് കേട്ടോ, സഞ്ജു പറഞ്ഞു. കുരങ്ങനും മറ്റുമെന്ന് പറഞ്ഞാൽ എന്താണ് ഈ മറ്റും? ദിവ്യയ്ക്ക് സംശയം. അതായത് ഇഴജന്തുക്കൾ, അവിടെ വിഷമുള്ള പാമ്പൊക്കെയുണ്ട്. അതിലൂടെ പോകുമ്പോൾ എന്തെങ്കിലും ശബ്ദമുണ്ടാക്കിക്കൊണ്ടാണ് പോവാറ്, അപ്പോൾ അത് വഴിമാറി പോകും എന്നാണ് വിശ്വാസം. ഓ, ആണോ ചേട്ടാ? ദിവ്യയ്ക്ക് അതിശയം. അല്ല, ഇവിടെ കരടിയും പുലിയുമൊക്കെ ഉണ്ടോ ചേട്ടാ? ഏയ്, അതൊന്നുമില്ലടോ, സഞ്ജു ചിരിച്ചു. കൊച്ചുകുട്ടികൾ ചോദിക്കുന്നത് പോലുള്ള ഓരോ ചോദ്യങ്ങളും അവളുടെ നിഷ്കളങ്ക ഭാവവും കണ്ടപ്പോൾ അവൻ്റെ മനസ്സ് വീണ്ടും ഇളകി. ഈ കൊച്ചു കൊള്ളാലോ, കണ്ടിട്ട് 10-20 വയസ്സുണ്ട്. അവൻ ദിവ്യയെ ആകെ മൊത്തമായി നോക്കി. കൊള്ളാം, നല്ല സുന്ദരി കൊച്ച്. ഇവളെ കല്യാണം കഴിക്കാൻ പറ്റിയാൽ ജീവിതം ബോറടിക്കില്ല. നമ്മളും സത്യസന്ധമായി സ്നേഹിച്ചു കൊണ്ടിരുന്നാൽ മതി, ഇവർ 10 മടങ്ങ് നമ്മളെ തിരിച്ച് സ്നേഹിക്കും. സത്യത്തിൽ അത്തരം ക്യാരക്ടറുള്ള പെൺകുട്ടികളെ അവൻ മുൻപ് കണ്ടിട്ടേയില്ലായിരുന്നു. അവന് അവളോട് ഒരു ഇഷ്ടം തോന്നി. അവർ തമ്മിൽ ഒരുപാട് നേരം സംസാരിച്ചു കൊണ്ടിരിക്കെ ഇവളുടെ നമ്പർ ചോദിച്ചാലോ എന്ന് സഞ്ജു ചിന്തിച്ചതും പെട്ടെന്ന് മീരാൻറ്റി വന്ന് പിന്നിൽ നിന്ന് വിളിച്ചു. ഹോ, നാശം, വന്നോ ഈ സാധനം? അവൻ അറിയാതെ മനസ്സിൽ അങ്ങനെ പറഞ്ഞു പോയി. ചേടാ,
താനെന്താ ഇപ്പോൾ അങ്ങനെ മനസ്സിൽ പറഞ്ഞത്? കുറച്ച് മുൻപ് വരെ തനിക്ക് അവരോടായിരുന്നില്ലേ ക്രഷ്? ഇപ്പോൾ ഇതെന്ത് പറ്റി? ഹോ ദൈവമേ, അപ്പോൾ അത് വെറും അട്രാക്ഷൻ മാത്രമായിരുന്നു അല്ലേ? പക്ഷേ അപ്പോൾ തനിക്ക് ദിവ്യയോട് തോന്നിയ ഇഷ്ടം ഇനി അതും അട്രാക്ഷൻ മാത്രമായിരിക്കുമോ? ഏയ് അല്ല, അല്ലെന്ന് തോന്നുന്നു. അവന് വീണ്ടും ഒരു തീരുമാനത്തിലെത്താൻ കഴിഞ്ഞില്ല.